ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിറാക്കിൾ മേക്ക് സ്പേസി. ഇന്ന് നമ്മളൊരു ഹോട്ട് ടോപ്പിക്സ് മാരത്തോണുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ 10th പ്രിലിംസിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്ന ഒരു 25 ക്വസ്റ്റിനോളം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹോട്ട് ടോപ്പിക്സ് പ്ലേലിസ്റ്റും അതുപോലെ SCRT പ്ലേലിസ്റ്റും ഒക്കെ കണ്ടവർക്ക് അത് ഉറപ്പായിട്ടും കിട്ടിക്കാണും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഹോട്ട് ടോപ്പിക്സ് മാരത്തോൺ ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റേജിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മാരത്തോണാണിത്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ വേണം കാണാൻ. കഴിഞ്ഞ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നമുക്ക് ഒട്ടും സമയം കളയാനില്ല, വേഗം ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തേതാണ് അടിസ്ഥാന അളവുകളും അവയുടെ SI യൂണിറ്റും. അടിസ്ഥാന അളവുകളും SI യൂണിറ്റും. നീളത്തിൻ്റെ SI യൂണിറ്റാണ് മീറ്റർ. നീളത്തിൻ്റെ SI യൂണിറ്റാണ് മീറ്റർ. ഭാരത്തിൻ്റെ ആണെങ്കിൽ കിലോഗ്രാം. ഭാരത്തിൻ്റെ SI യൂണിറ്റാണ് കിലോഗ്രാം. സമയത്തിൻ്റെ SI യൂണിറ്റാണ് സെക്കൻഡ്. സമയത്തിൻ്റെ SI യൂണിറ്റാണ് സെക്കൻഡ്. വൈദ്യുത പ്രവാഹത്തിൻ്റെ SI യൂണിറ്റാണ് ആംബിയർ. വൈദ്യുത പ്രവാഹത്തിൻ്റെ SI യൂണിറ്റാണ് ആംബിയർ. താപനിലയുടെ SI യൂണിറ്റാണ് കെൽവിൻ. താപനിലയുടെ SI യൂണിറ്റാണ് കെൽവിൻ. പദാർത്ഥത്തിൻ്റെ അളവിൻ്റെ SI യൂണിറ്റാണ് മോള്. പദാർത്ഥത്തിൻ്റെ അളവിൻ്റെ SI യൂണിറ്റാണ് മോള്. പ്രകാശ തീവ്രതയുടെ SI യൂണിറ്റാണ് കാൻഡ്ല. പ്രകാശ തീവ്രതയുടെ SI യൂണിറ്റാണ് കാൻഡ്ല. നമുക്ക് ഒന്നുകൂടെ നോക്കാം. നീളം മീറ്റർ, ഭാരം കിലോഗ്രാം, സമയം സെക്കൻഡ്, വൈദ്യുത പ്രവാഹം ആംബിയർ, താപനില കെൽവിൻ, പദാർത്ഥത്തിൻ്റെ അളവ് മോള്, പ്രകാശ തീവ്രത കാൻഡ്ല. അടുത്താണ് ഉപകരണങ്ങൾ. ആർദ്രമാപിനി അല്ലെങ്കിൽ ഹൈഗ്രോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അന്തരീക്ഷ ആർദ്രത അളക്കാനാണല്ലേ. ആർദ്രമാപിനി ഹൈഗ്രോമീറ്റർ അന്തരീക്ഷ ആർദ്രത അളക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഫാത്തോമീറ്റർ ആണെങ്കിൽ സമുദ്രത്തിൻ്റെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്നു. ഫാത്തോമീറ്റർ സമുദ്രത്തിൻ്റെ ആഴം അളക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ബാരോമീറ്റർ അന്തരീക്ഷമർദ്ദം അല്ലെങ്കിൽ അന്തരീക്ഷ ഭാരം അളക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ബാരോമീറ്റർ അന്തരീക്ഷമർദ്ദം അല്ലെങ്കിൽ അന്തരീക്ഷ ഭാരം അളക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അനിമോമീറ്റർ കാറ്റിൻ്റെ വേഗം അളക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അമ്മീറ്റർ വൈദ്യുത പ്രവാഹം. ലാക്ടോമീറ്റർ ആണെങ്കിൽ പാലിൻ്റെ സാന്ദ്രത അളക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഓഡിയോമീറ്റർ ശബ്ദത്തിൻ്റെ തീവ്രത അളക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഓംമീറ്റർ ആണെങ്കിൽ വൈദ്യുത പ്രതിരോധം. ഓംമീറ്റർ വൈദ്യുത പ്രതിരോധം. സാക്കാരിമീറ്റർ ആണെങ്കിൽ ലായനിയിലെ പഞ്ചസാരയുടെ അളവ്. ലായനിയുടെ പഞ്ചസാരയുടെ അളവ് അറിയാനായിട്ട് ഉപയോഗിക്കുന്നു. ഗാൽവാനോമീറ്റർ ആണെങ്കിൽ വളരെ കുറഞ്ഞ അളവിലുള്ള വൈദ്യുതി. വളരെ കുറഞ്ഞ അളവിലുള്ള വൈദ്യുതി അളക്കാനായിട്ട് ഉപയോഗിക്കുന്നു ഗാൽവാനോമീറ്റർ. സീസ്മോമീറ്റർ ആണെങ്കിൽ ഭൂചലനം അളക്കാൻ ഉപയോഗിക്കുന്നു. സീസ്മോമീറ്റർ ആണെങ്കിൽ ഭൂചലനം അളക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഹിപ്സോമീറ്റർ ആണെങ്കിൽ ദ്രാവകങ്ങളുടെ തിളനില അളക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഹിപ്സോമീറ്റർ ദ്രാവകങ്ങളുടെ തിളനില അളക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ക്രെസ്ക്രോഗ്രാഫ് ആണെങ്കിൽ ചെടിയുടെ വളർച്ച. ക്രെസ്ക്രോഗ്രാഫ് ചെടിയുടെ വളർച്ച അളക്കാനായിട്ട് ഉപയോഗിക്കുന്നു. റെയിൻ ഗേജ് ആണെങ്കിൽ മഴയുടെ അളവ് അളക്കാൻ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ മഴമാപിനി. റെയിൻ ഗേജ് അല്ലെങ്കിൽ മഴമാപിനി മഴയുടെ അളവ് അളക്കാനായിട്ട് ഉപയോഗിക്കുന്നു. പൈറോമീറ്റർ ഉയർന്ന ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്നു. ഹൈഡ്രോമീറ്റർ ആണെങ്കിൽ ദ്രാവകങ്ങളുടെ സാന്ദ്രത അളക്കാനായിട്ട് ഉപയോഗിക്കുന്നു. തെർമോമീറ്റർ അല്ലെങ്കിൽ ഉഷ്ണമാപിനി ആണെങ്കിൽ ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്നു. വോൾട്ട് മീറ്റർ പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ആർദ്രമാപിനി അല്ലെങ്കിൽ ഹൈഗ്രോമീറ്റർ അന്തരീക്ഷ ആർദ്രത അളക്കാൻ, ഫാത്തോമീറ്റർ സമുദ്രത്തിൻ്റെ ആഴം, ബാരോമീറ്റർ അന്തരീക്ഷമർദ്ദം അന്തരീക്ഷ ഭാരം, അനിമോമീറ്റർ കാറ്റിൻ്റെ വേഗം, അമ്മീറ്റർ വൈദ്യുത പ്രവാഹം, ലാക്ടോമീറ്റർ പാലിൻ്റെ സാന്ദ്രത, ഓഡിയോമീറ്റർ ശബ്ദത്തിൻ്റെ തീവ്രത, ഓംമീറ്റർ വൈദ്യുത പ്രതിരോധം, സർക്കാരിമീറ്റർ ലായനിയിലെ പഞ്ചസാരയുടെ അളവ്, ഗാൽവാനോമീറ്റർ വളരെ കുറഞ്ഞ അളവിലുള്ള വൈദ്യുതി, സീസ്മോമീറ്റർ ഭൂചലനം, ഹിപ്സോമീറ്റർ ദ്രാവകങ്ങളുടെ തിളനില, ക്രെസ്കോഗ്രാഫ് ചെടിയുടെ വളർച്ച, റെയിൻ ഗേജ് മഴയുടെ അളവ്, പൈറോമീറ്റർ ഉയർന്ന ഊഷ്മാവ്, ഹൈഡ്രോമീറ്റർ ദ്രാവകങ്ങളുടെ സാന്ദ്രത, തെർമോമീറ്റർ ഊഷ്മാവ്, വോൾട്ട് മീറ്റർ പൊട്ടൻഷ്യൽ വ്യത്യാസം. അടുത്താണ് മാനോമീറ്റർ വാതകമർദ്ദം അളക്കാനായിട്ട് ഉപയോഗിക്കുന്നു. വാതകമർദ്ദം മാനോമീറ്റർ. അൾട്ടിമീറ്റർ ആണെങ്കിൽ ഉയരം അളക്കാനായിട്ട്, കലോറിമീറ്റർ ആണെങ്കിൽ താപം അളക്കാനായിട്ട് ഉപയോഗിക്കുന്നു. വിൻഡ് വെയിന് കാറ്റിൻ്റെ ഗതി അറിയാനായിട്ട് ഉപയോഗിക്കുന്നു. വിൻഡ് വെയിന് കാറ്റിൻ്റെ ഗതി അറിയാനായിട്ട് ഉപയോഗിക്കുന്നു. ഫാത്തോമീറ്റർ സമുദ്രത്തിൻ്റെ ആഴം. ഹൈഡ്രോഫോൺ ആണെങ്കിൽ ജലത്തിനടിയിലെ ശബ്ദം. ജലത്തിനടിയിലെ ശബ്ദം അറിയാനായിട്ട് ഉപയോഗിക്കുന്നു.
ടാക്കോമീറ്റർ ആണെങ്കിൽ വിമാനങ്ങൾ, ബോട്ടുകൾ എന്നിവയുടെ വേഗത അറിയാനായിട്ട് ഉപയോഗിക്കുന്നു. ടാക്കോമീറ്റർ വിമാനം, ബോട്ട് എന്നിവയുടെ വേഗത അറിയാനായിട്ട് ഉപയോഗിക്കുന്നു. ക്രോണോമീറ്റർ ആണെങ്കിൽ കപ്പലിലെ സമയ വ്യത്യാസം അറിയാനായിട്ട് ഉപയോഗിക്കുന്നു. ക്രോണോമീറ്റർ കപ്പലിലെ സമയ വ്യത്യാസം അറിയാനായിട്ട് ഉപയോഗിക്കുന്നു. ഡെസിബൽ മീറ്റർ ആണെങ്കിൽ ശബ്ദത്തിൻ്റെ ഉച്ചത അളക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഡെസിബൽ മീറ്റർ ശബ്ദത്തിൻ്റെ ഉച്ചത അളക്കാനായിട്ട് ഉപയോഗിക്കുന്നു. സോണാർ കടലിൻ്റെ ആഴം അളക്കാനായിട്ട് ഉപയോഗിക്കുന്നു. കലോറിമീറ്റർ താപത്തിൻ്റെ അളവ് നിയന്ത്രിക്കുവാൻ ഉപയോഗിക്കുന്നു. താപത്തിൻ്റെ അളവ് നിർണ്ണയിക്കുവാൻ ഉപയോഗിക്കുന്നു. മാറിപ്പോയാണ്. കലോറിമീറ്റർ താപത്തിൻ്റെ അളവ് നിർണ്ണയിക്കുവാൻ ഉപയോഗിക്കുന്നു. ഒന്നുകൂടെ നോക്കാം. മാനോമീറ്റർ വാതകമർദ്ദം, അൾട്ടിമീറ്റർ ഉയരം, കലോറിമീറ്റർ താപം, വിണ്ടുവെയിന് കാറ്റിൻ്റെ ഗതി, ഫാത്തോമീറ്റർ സമുദ്രത്തിൻ്റെ ആഴം, ഹൈഡ്രോഫോൺ ജലത്തിനടിയിലെ ശബ്ദം, ടാക്കോമീറ്റർ വിമാനം, ബോട്ട് എന്നിവയുടെ വേഗത, ക്രോണോമീറ്റർ കപ്പലിലെ സമയ വ്യത്യാസം, ഡെസിബൽ മീറ്റർ ശബ്ദത്തിൻ്റെ ഉച്ചത, സോണാർ കടലിൻ്റെ ആഴം, കലോറിമീറ്റർ താപത്തിൻ്റെ അളവ് നിർണ്ണയിക്കുവാൻ. അടുത്താണ് യൂറോപ്യൻ വ്യാപാര കമ്പനികൾ, അതേപോലെ അവ നിലവിൽ വന്ന വർഷങ്ങളൊന്ന് നോക്കാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാണ് നിലവിൽ വന്നത്? 1600 ഡിസംബർ 31 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600 ഡിസംബർ 31 നിലവിൽ വന്നത്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നത് 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1602 ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നത് 1616 ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1616 പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നത് 1628 പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നത് 1628 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നത് 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിലവിൽ വന്നത് 1664 ഒന്നുകൂടെ നോക്കാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600 ഡിസംബർ 31 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1602 ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1616 പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1628 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1664. അടുത്താണ് മാഗ്ന കാർട്ട. ഇന്ത്യയിലെ ജനങ്ങളുടെ മാഗ്ന കാർട്ട, കർഷകരുടെ മാഗ്ന കാർട്ട എന്നൊക്കെ ചോദിക്കില്ല. അപ്പോൾ അതേപോലെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കാം. ഇന്ത്യൻ ജനതയുടെ വിമോചനത്തിൻ്റെ മാഗ്ന കാർട്ട അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ്. ഇന്ത്യൻ ജനതയുടെ വിമോചനത്തിൻ്റെ മാഗ്ന കാർട്ട, ഇന്ത്യയിലെ ജനങ്ങളുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ്. അടുത്താണ് കർഷകരുടെ മാഗ്ന കാർട്ട അല്ലെങ്കിൽ തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന പണ്ടാരപ്പാട്ട് വിളംബരമാണ്. കർഷകരുടെ മാഗ്ന കാർട്ട ഓർ തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട് വിളംബരമാണ്. 1865 ആയില്യം തിരുനാൾ. PSC ഇടയ്ക്ക് റീസെൻ്റ് ആയിട്ട് ചോദിച്ചതാണ്. തിരുവിതാംകൂർ പ്രദേശത്തെ കൃഷിക്കാരുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭൂനിയമ നിർമ്മാണ വിളംബരം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് പാട്ടം വിളംബരമാണ്. അപ്പോൾ ഈ പാട്ടം വിളംബരവും പണ്ടാരപ്പാട്ട് വിളംബരവും രണ്ടും ഒന്നാണ്. അപ്പോൾ ഇങ്ങനെ ചോദിച്ചാലും ആൻസർ പണ്ടാരപ്പാട്ട് വിളംബരമാണ്. തിരുവിതാംകൂർ പ്രദേശത്തെ കൃഷിക്കാരുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭൂനിയമ നിർമ്മാണ വിളംബരം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് പാട്ടം വിളംബരം അല്ലെങ്കിൽ പണ്ടാരപ്പാട്ട് വിളംബരമാണ്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? മൗലികാവകാശമാണല്ലേ. പാർട്ട് 3 ഭാഗം മൗലികാവകാശം പാർട്ട് 3. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭാഗം മൗലികാവകാശം പാർട്ട് 3. ആർട്ടിക്കിൾ ചോദിച്ചാൽ 12 മുതൽ 35 വരെയാണ്. കേരളത്തിലെ മാഗ്ന കാർട്ട ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരമാണ്. കേരളത്തിൻ്റെ മാഗ്ന കാർട്ട ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ഇംഗ്ലീഷ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ചാൾസ് വുഡ് ഡെസ്പാച്ച് ആണ്. ഇംഗ്ലീഷ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ചാൾസ് വുഡ് ഡെസ്പാച്ച് 1854. നമുക്കൊന്നുകൂടെ നോക്കാം. ഇന്ത്യൻ ജനതയുടെ വിമോചനത്തിൻ്റെ മാഗ്ന കാർട്ട ഓർ ഇന്ത്യയിലെ ജനങ്ങളുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. കർഷകരുടെ മാഗ്ന കാർട്ട ഓർ തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന പണ്ടാരപ്പാട്ട് വിളംബരമാണ് 1865 ആയില്യം തിരുനാൾ. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭാഗമാണ് പാർട്ട് 3 മൗലികാവകാശം. കേരളത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ഇംഗ്ലീഷ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ചാൾസ് വുഡ് ഡെസ്പാച്ച് ആണ് 1854.
തിരുവിതാംകൂർ പ്രദേശത്തെ കൃഷിക്കാരുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭൂനിയമ നിർമ്മാണ വിളംബരം ഏതാണ്? പണ്ടാരപ്പാട്ട വിളംബരം ഓർ പാട്ടം വിളംബരമാണ്. അടുത്താണ് വിക്ഷേപണ കേന്ദ്രങ്ങളെക്കുറിച്ചിട്ടൊന്ന് നോക്കാം. ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാണ്? ശ്രീഹരിക്കോട്ടയാണ്. ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ശ്രീഹരിക്കോട്ടയാണ്. ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ്? തുമ്പയാണ്. ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പയാണ്. ഇന്ത്യയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ചാന്ദിപ്പൂരാണ്, ഒഡീഷയിൽ. ഇന്ത്യയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം ചാന്ദിപ്പൂര്, ഒഡീഷ. ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ശ്രീഹരിക്കോട്ട. ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ. ഇന്ത്യയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം ചാന്ദിപ്പൂര്, ഒഡീഷ. നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാം PYQ ആണ്, അതുകൊണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അടുത്താണ് അധിനിവേശ പ്രദേശങ്ങളും രാജ്യവും. ആദ്യത്തേതാണ് ഫ്രാൻസ്. ഫ്രാൻസ് പിടിച്ചെടുത്ത പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം. പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം. ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം ഏതാണ്? 1954 ഇത് ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ടത്. അപ്പോൾ ഫ്രാൻസ് പിടിച്ചെടുത്ത പ്രദേശങ്ങളാണ് പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം. ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം 1954. അടുത്താണ് പോർച്ചുഗൽ. അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഗോവ, ദാമൻ, ദിയു. ഗോവ, ദാമൻ, ദിയു. 1961 ഇത് ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെടുന്നത്. അപ്പോൾ പോർച്ചുഗൽ, ഗോവ, ദാമൻ, ദിയു 1961 ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ടത്. അപ്പോൾ ഫ്രാൻസ്, പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം 1954 ഇത് ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെടുന്നത്. പോർച്ചുഗലിലാണെങ്കിൽ പിടിച്ചെടുത്ത പ്രദേശം ഗോവ, ദാമൻ, ദിയു 1961 ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ടത്. അടുത്ത് ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ്? കൊൽക്കത്ത സർവകലാശാലയാണ് അല്ലേ? ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാലയാണ് കൊൽക്കത്ത സർവകലാശാല. അത് നിലയിൽ വന്ന എന്നാണ്? 1857. ഇന്ത്യയിലെ ആദ്യത്തെ കൽപ്പിത സർവകലാശാല ഏതാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ കൽപ്പിത സർവകലാശാല. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ്? തിരുവിതാംകൂർ സർവകലാശാലയാണ് അല്ലേ? 1937 തിരുവിതാംകൂർ സർവകലാശാലയാണ് കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല. ഇത് പിന്നീട് കേരള സർവകലാശാല എന്നറിയപ്പെട്ടു. 1957 ഇത് കേരള സർവകലാശാല എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. കേരളത്തിലെ ആദ്യത്തെ കൽപ്പിത സർവകലാശാല ഏതാണ്? കേരള കലാമണ്ഡലമാണ് അല്ലേ? കേരളത്തിലെ ആദ്യത്തെ കൽപ്പിത സർവകലാശാല കേരള കലാമണ്ഡലമാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല കൊൽക്കത്ത സർവകലാശാല 1857. ഇന്ത്യയിലെ ആദ്യത്തെ കൽപ്പിത സർവകലാശാല ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല തിരുവിതാംകൂർ സർവകലാശാല 1937 വന്നു. പിന്നീട് കേരള സർവകലാശാല ആയത് 1957. കേരളത്തിലെ ആദ്യത്തെ കൽപ്പിത സർവകലാശാല കേരള കലാമണ്ഡലമാണ്. അടുത്താണ് തേക്കടിയുടെ കവാടം എന്നറിയപ്പെടുന്നത് കുമളിയാണ്. തേക്കടിയുടെ കവാടം എന്നറിയപ്പെടുന്ന സ്ഥലം കുമളിയാണ്. വയനാടിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത് ലക്കിടിയാണ്. വയനാടിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത് ലക്കിടിയാണ്. ഹൈറേഞ്ചിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത് കോതമംഗലമാണ്. ഹൈറേഞ്ചിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത് കോതമംഗലമാണ്. കേരളത്തിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത് പാലക്കാടാണ്. കേരളത്തിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത് പാലക്കാടാണ്. ഒന്നുകൂടെ നോക്കാം. തേക്കടിയുടെ കവാടം കുമളി, വയനാടിൻ്റെ കവാടം ലക്കിടി, ഹൈറേഞ്ചിൻ്റെ കവാടം കോതമംഗലം, കേരളത്തിൻ്റെ കവാടം പാലക്കാട്. ഇനി നമുക്ക് ബീഹാറിൻ്റെ ദുഃഖം ഏതാണെന്ന് നോക്കാം. കോസി നദിയാണ്. ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് കോസി നദിയാണ്. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ദാമോദർ നദിയാണ്. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ദാമോദർ നദിയാണ്. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദിയാണ്. ഒഡീഷയുടെ ദുഃഖം മഹാനദിയാണ്. അസമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര നദിയാണ്. അസമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര നദിയാണ്. ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് ഹൊയാങ്ഹോയാണ്. ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് ഹൊയാങ്ഹോ ആണ്. ബീഹാറിൻ്റെ ദുഃഖം കോസി, ബംഗാൾ ദുഃഖം ദാമോദർ, ഒഡീഷയുടെ ദുഃഖം മഹാനദി, അസാമിൻ്റെ ദുഃഖം ബ്രഹ്മപുത്ര, ചൈനയുടെ ദുഃഖം ഹൊയാങ്ഹോ. ഇനി നമുക്ക് ഓരോ സംസ്ഥാനത്തിൻ്റെയും ജീവരേഖ ഏതാണെന്ന് നോക്കാം. മഹാരാഷ്ട്രയുടെ ജീവരേഖ ഏതാണ്? കൊയ്നയാണ്. മഹാരാഷ്ട്രയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി കൊയ്നയാണ്. സിക്കിമിൻ്റെ ജീവരേഖയാണ് ടീസ്ത. സിക്കിമിൻ്റെ ജീവരേഖയാണ് ടീസ്ത. മധ്യപ്രദേശിൻ്റെ ജീവരേഖയാണ് നർമ്മദ. മധ്യപ്രദേശത്തിൻ്റെ ജീവരേഖയാണ് നർമ്മദ.
ആന്ധ്രയുടെ ജീവരേഖയാണ് ഗോദാവരി. ആന്ധ്രയുടെ ജീവരേഖയാണ് ഗോദാവരി. ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് മാണ്ഡോവി. ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് മാണ്ഡോവി. കർണാടകയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് കാവേരി. കർണാടകയുടെ ജീവരേഖയാണ് കാവേരി. തമിഴ്നാടിൻ്റെ ജീവരേഖയാണ് കാവേരി. തമിഴ്നാടിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് കാവേരി. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? അത് പെരിയാറാണ്. അപ്പോൾ മഹാരാഷ്ട്രയുടെ ജീവരേഖ കൊയ്ന, സിക്കിമിൻ്റെ ജീവരേഖ ടീസ്ത, മധ്യപ്രദേശിൻ്റെ ജീവരേഖ നർമ്മദ, ആന്ധ്രയുടെ ജീവരേഖ ഗോദാവരി, ഗോവയുടെ ജീവരേഖ മാണ്ഡോവി, കർണാടകയുടെ ജീവരേഖ കാവേരി, തമിഴ്നാടിൻ്റെ ജീവരേഖ കാവേരി, കേരളത്തിൻ്റെ ജീവരേഖ പെരിയാർ. അടുത്താണ് മർത്തം, ആർദ്രത തുടങ്ങിയവയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യത്തേതാണ് മർത്തം. മർത്തത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഉയരം, താപം, ആർദ്രത. ഉയരം, താപം, ആർദ്രത. ആർദ്രതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? അന്തരീക്ഷ താപം, ഭൂമിയിലെ ജലലഭ്യത. അപ്പോൾ ആർദ്രതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അന്തരീക്ഷ താപം, ഭൂമിയിലെ ജലലഭ്യത. കാറ്റിൻ്റെ വേഗത അല്ലെങ്കിൽ ദിശയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? മർത്തച്ചെരിവ്, കോറിയോലിസ് പ്രവാഹം, ഹർഷണം. മർത്തച്ചെരിവ്, കോറിയോലിസ് പ്രവാഹം, ഹർഷണം ആണ് കാറ്റിൻ്റെ വേഗത, ദിശ എന്നിവയെ സ്വാധീനിക്കുന്നത്. അടുത്ത മൺസൂണിൻ്റെ രൂപം കൊള്ളലിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? സൂര്യൻ്റെ അയനം, കോറിയോലിസ് പ്രഭാവം, തപനത്തിൻ്റെ വ്യത്യാസങ്ങൾ. ഏതൊക്കെയാണ്? സൂര്യൻ്റെ അയനം, കോറിയോലിസ് പ്രഭാവം, തപനത്തിലെ വ്യത്യാസങ്ങൾ ഒക്കെയാണ് മൺസൂണിൻ്റെ രൂപം കൊള്ളലിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അടുത്ത സ്വാഭാവിക ആവൃത്തിയുടെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഇവയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് പദാർത്ഥത്തിൻ്റെ സ്വഭാവം, നീളം, വലിവ്, പ്രതല വിസ്തീർണം, വണ്ണം. സ്വാഭാവിക ആവൃത്തിയുടെ ഘടകങ്ങളെ സ്വാധീനിക്കുന്നവയാണ് പദാർത്ഥത്തിൻ്റെ സ്വഭാവം, നീളം, വലിവ്, പ്രതല വിസ്തീർണം, വണ്ണം. ഇനി കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? അക്ഷാംശീയ സ്ഥാനം, ഭൂപ്രകൃതി, സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. ഏതൊക്കെയാണ്? അക്ഷാംശീയ സ്ഥാനം, ഭൂപ്രകൃതി, സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരമൊക്കെയാണ് കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. നമുക്ക് ഒന്നുകൂടെ നോക്കാം. മർത്തത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഉയരം, താപം, ആർദ്രത. ആർദ്രതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അന്തരീക്ഷ താപം, ഭൂമിയിലെ ജലലഭ്യത. കാറ്റിൻ്റെ വേഗത, ദിശ എന്നിവയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് മർത്തച്ചെരിവ്, കോറിയോലിസ് പ്രഭാവം, ഹർഷണം. മൺസൂണിൻ്റെ രൂപം കൊള്ളലിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് സൂര്യൻ്റെ അയനം, കോറിയോലിസ് പ്രഭാവം, തപനത്തിലെ വ്യത്യാസം. സ്വാഭാവിക ആവൃത്തിയുടെ ഘടകങ്ങളാണ് പദാർത്ഥത്തിൻ്റെ സ്വഭാവം, നീളം, വലിവ്, പ്രതല വിസ്തീർണം, വണ്ണം. കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അക്ഷാംശീയ സ്ഥാനം, ഭൂപ്രകൃതി, സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. ഇനി നമുക്ക് കളിക്കാരുടെ എണ്ണത്തെക്കുറിച്ച് നോക്കാം. ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കി. ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കി 11 പേരാണ് കളിക്കുന്നത്. ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കി എന്നിവയ്ക്ക് 11 പേരാണ്. റഗ്ബിക്കാണെങ്കിൽ 15 പേരാണ്. റഗ്ബിക്കാണെങ്കിൽ 15 പേര്. ബേസ്ബോളിന് 9 പേര്. ബേസ്ബോളിന് 9 പേര്. കബഡി, വാട്ടർ പോളോ. കബഡി, വാട്ടർ പോളോയ്ക്ക് 7 പേരാണ്. കബഡി, വാട്ടർ പോളോയ്ക്കാണെങ്കിൽ 7 പേരാണ്. വോളിബോൾ, ഐസ് ഹോക്കി, വനിതാ ബാസ്ക്കറ്റ്ബോളിനൊക്കെ 6 പേരാണ്. വോളിബോൾ, ഐസ് ഹോക്കി, വനിതാ ബാസ്ക്കറ്റ്ബോളിന് 6 പേരാണ്. ബാസ്ക്കറ്റ്ബോളിനാണെങ്കിൽ 5 പേര്. ബാസ്ക്കറ്റ്ബോൾ ആണെങ്കിൽ 5 പേര്. ബീച്ച് വോളിബോളിന് 2 പേര്. പോളോയ്ക്കും 4 പേര്. നെറ്റ് ബോളിന് 7 പേര്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കിക്ക് 11 പേര്. റഗ്ബിക്ക് 15 പേര്. ബേസ്ബോളിന് 9 പേര്. കബഡി, വാട്ടർ പോളോയ്ക്ക് 7 പേര്. വോളിബോൾ, ഐസ് ഹോക്കി, വനിതാ ബാസ്ക്കറ്റ്ബോളിന് 6 പേര്. ബാസ്ക്കറ്റ്ബോളിന് 5 പേര്. ബീച്ച് വോളിബോളിന് 2 പേര്. പോളോ 4. നെറ്റ് ബോളിന് 7 പേര്. ഇനി നമുക്ക് കുറച്ച് രാസനാമങ്ങൾ നോക്കാം. ആദ്യത്തേതാണ് കറിയുപ്പ്. കറിയുപ്പിൻ്റെ രാസനാമം ഏതാണ്? സോഡിയം ക്ലോറൈഡ് ആണ്. കറിയുപ്പ് സോഡിയം ക്ലോറൈഡ് ആണ് രാസനാമം. അലക്കുകാരമാണെങ്കിൽ സോഡിയം കാർബണേറ്റ് ആണ്. അലക്കുകാരത്തിൻ്റെ രാസനാമം സോഡിയം കാർബണേറ്റ് ആണ്. അപ്പക്കാരത്തിൻ്റെ രാസനാമം സോഡിയം ബൈകാർബണേറ്റ് ആണ്. അപ്പക്കാരത്തിൻ്റെ രാസനാമം സോഡിയം ബൈകാർബണേറ്റ് ആണ്.
വാട്ടർ ഗ്ലാസിൻ്റെ രാസനാമമാണെങ്കിൽ സോഡിയം സിലിക്കേറ്റ് ആണ്. വാട്ടർ ഗ്ലാസിൻ്റെ സോഡിയം സിലിക്കേറ്റ് ആണ് രാസനാമം. ഹൈപ്പോയുടെ ആണെങ്കിൽ സോഡിയം തയോസൾഫേറ്റ് ആണ്. ഹൈപ്പോയുടെ ആണെങ്കിൽ രാസനാമം സോഡിയം തയോസൾഫേറ്റ് ആണ്. ഇന്ദുപ്പിൻ്റെ ആണെങ്കിൽ പൊട്ടാസ്യം ക്ലോറൈഡ് ആണ്. ഇന്ദുപ്പിൻ്റെ പൊട്ടാസ്യം ക്ലോറൈഡ് ആണ്. കാസ്റ്റിക് പൊട്ടാഷിൻ്റെ ആണെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. കാസ്റ്റിക് പൊട്ടാഷിൻ്റെ രാസനാമം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ലൂണാർ കാസ്റ്റിക്കിൻ്റെ ആണെങ്കിൽ സിൽവർ നൈട്രേറ്റ് ആണ്. ലൂണാർ കാസ്റ്റിക്കിൻ്റെ രാസനാമം സിൽവർ നൈട്രേറ്റ് ആണ്. ചില്ലി സാൾട്ട് പീറ്റർ എന്നറിയപ്പെടുന്നത് സോഡിയം നൈട്രേറ്റ് ആണ്. ചില്ലി സാൾട്ട് പീറ്റർ എന്നറിയപ്പെടുന്നത് സോഡിയം നൈട്രേറ്റ് ആണ്. കുമ്മായത്തിൻ്റെ രാസനാമമാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. കുമ്മായത്തിൻ്റെ രാസനാമമാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ചുണ്ണാമ്പ് കല്ല് അല്ലെങ്കിൽ മാർബിള് കാൽസ്യം കാർബണേറ്റ് ആണ് രാസനാമം. ചുണ്ണാമ്പ് കല്ലിൻ്റെ രാസനാമമാണ് കാൽസ്യം കാർബണേറ്റ്. നീറ്റുകക്കയുടെ ആണെങ്കിൽ കാൽസ്യം ഓക്സൈഡ് ആണ്. നീറ്റുകക്കയുടെ രാസനാമം കാൽസ്യം ഓക്സൈഡ് ആണ്. ബ്ലീച്ചിങ് പൗഡറിൻ്റെ ആണെങ്കിൽ കാൽസ്യം ഹൈപ്പോക്ലോറേറ്റ് ആണ്. ബ്ലീച്ചിങ് പൗഡറിൻ്റെ രാസനാമം കാൽസ്യം ഹൈപ്പോക്ലോറൈഡ് ആണ്. ചുണ്ണാമ്പ് വെള്ളത്തിൻ്റെ ആണെങ്കിൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ചുണ്ണാമ്പ് വെള്ളത്തിൻ്റെ രാസനാമം കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. കറിയിപ്പ് സോഡിയം ക്ലോറൈഡ്, അലക്കുകാരം സോഡിയം കാർബണേറ്റ്, അപ്പക്കാരം സോഡിയം ബൈകാർബണേറ്റ്, വാട്ടർ ഗ്ലാസ് സോഡിയം സിലിക്കേറ്റ്, ഹൈപ്പോ സോഡിയം തയോസൾഫേറ്റ്, ഇന്ദുപ്പ് പൊട്ടാസ്യം ക്ലോറൈഡ്, കാസ്റ്റിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, ലൂണാർ കാസ്റ്റിക് സിൽവർ നൈട്രേറ്റ്, ചില്ലി സാൾട്ട് പീറ്റർ സോഡിയം നൈട്രേറ്റ്, കുമ്മായം കാൽസ്യം ഹൈഡ്രോക്സൈഡ്, ചുണ്ണാമ്പുകല്ല് കാൽസ്യം കാർബണേറ്റ്, നീറ്റുകക്ക കാൽസ്യം ഓക്സൈഡ്, ബ്ലീച്ചിങ് പൗഡർ കാൽസ്യം ഹൈപ്പോക്ലോറേറ്റ്, ചുണ്ണാമ്പ് വെള്ളം കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അടുത്ത നമുക്ക് വാതകങ്ങളും അവയുടെ നിറങ്ങളും ഒന്ന് നോക്കാം. ആദ്യത്തേതാണ് സോഡിയം. സോഡിയത്തിൻ്റെ നിറം എന്താണ്? മഞ്ഞയാണ്. സോഡിയത്തിൻ്റെ നിറം മഞ്ഞയാണ്. നിയോണിൻ്റെ നിറമാണെങ്കിൽ ഓറഞ്ചാണ്. നിയോൺ ഓറഞ്ചാണ്. ഹൈഡ്രജൻ ആണെങ്കിൽ നീല. ഹൈഡ്രജൻ്റെ നിറമാണ് നീല. നൈട്രജൻ്റെ നിറം ചുവപ്പാണ്. നൈട്രജൻ ചുവപ്പാണ്. മെർക്കുറിയുടെ നിറം വെള്ളയാണ്. മെർക്കുറിയുടെ നിറം വെള്ളയാണ്. ക്ലോറിൻ്റെ നിറം പച്ചയാണ്. ക്ലോറിൻ്റെ നിറം പച്ചയാണ്. അപ്പോൾ സോഡിയം മഞ്ഞ, നിയോൺ ഓറഞ്ച്, ഹൈഡ്രജൻ നീല, നൈട്രജൻ ചുവപ്പ്, മെർക്കുറി വെള്ള, ക്ലോറിൻ ആണെങ്കിൽ പച്ച. ഇനി ഡിസ്ചാർജ് ലാമ്പിനുള്ളിൽ ഏത് വാതകം നിറച്ചാണ് ഓറഞ്ച് ചുവപ്പ് നിറത്തിലുള്ള പ്രകാശം ലഭിക്കുന്നത്? നിയോൺ ചേർത്താണ് ഡിസ്ചാർജ് ലാമ്പിനുള്ളിൽ ഓറഞ്ച് ചുവപ്പ് നിറത്തിലുള്ള പ്രകാശം ലഭിക്കുന്നത്. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. സോഡിയത്തിന് മഞ്ഞ നിറം, നിയോണിന് ഓറഞ്ച് നിറം, ഹൈഡ്രജന് നീല നിറം, നൈട്രജന് ചുവപ്പ് നിറം, മെർക്കുറി വെള്ള, ക്ലോറിൻ പച്ച. അടുത്താണ് കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? റാണിപുരമാണ്. കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് റാണിപുരമാണ്. പാവപ്പെട്ടവൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് നെല്ലിയാമ്പതിയാണ്. പാവപ്പെട്ടവൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് നെല്ലിയാമ്പതിയാണ്. മലബാറിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് വയലാടയാണ്. മലബാറിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് വയലാടയാണ്. മലപ്പുറത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് കൊടികുത്തിമലയാണ്. മലപ്പുറത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് കൊടികുത്തിമലയാണ്. മലപ്പുറത്തിൻ്റെ മിനി ഊട്ടി എന്നറിയപ്പെടുന്നത് അരിമ്പ്ര ഹിൽസ് ആണ്. മലപ്പുറത്തിൻ്റെ മിനി ഊട്ടി എന്നറിയപ്പെടുന്നത് അരിമ്പ്ര ഹിൽസ് ആണ്. നീലഗിരിയുടെ റാണി എന്നറിയപ്പെടുന്നത് ഉദകമണ്ഡലമാണ്. നീലഗിരിയുടെ റാണി എന്നറിയപ്പെടുന്നത് ഉദകമണ്ഡലമാണ്. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് കൊടൈക്കനാലാണ്. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് കൊടൈക്കനാലാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഊട്ടി റാണിപുരം, പാവപ്പെട്ടവൻ്റെ ഊട്ടി നെല്ലിയാമ്പതി, മലബാറിൻ്റെ ഊട്ടി വയലാട, മലപ്പുറത്തിൻ്റെ ഊട്ടി കൊടികുത്തിമല, മലപ്പുറത്തിൻ്റെ മിനി ഊട്ടി അരിമ്പ്ര ഹിൽസ്, നീലഗിരിയുടെ റാണി ഉദകമണ്ഡലം, ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി കൊടൈക്കനാൽ. അടുത്ത നമുക്ക് കുറച്ച് ഗംഗകളെ പരിചയപ്പെടാം. വൃത്തഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരി നദിയാണ്. വൃത്തഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരി നദിയാണ്. അതേപോലെ ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് കാവേരി നദിയാണ്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് കാവേരി നദിയാണ്. പാതാള ഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണയാണ്. അതേപോലെ അർദ്ധഗംഗ എന്നറിയപ്പെടുന്നതും കൃഷ്ണയാണ്. അപ്പോൾ പാതാളഗംഗ, അർദ്ധഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണ നദിയാണ്. മധ്യപ്രദേശത്തിൻ്റെ ഗംഗ എന്നറിയപ്പെടുന്നത് ബേത്വയാണ്. മധ്യപ്രദേശിൻ്റെ ഗംഗ എന്നറിയപ്പെടുന്നത് ബേത്വ ആണ്. തെലുങ്ക് ഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണ നദിയാണ്. തെലുങ്ക് ഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണ നദിയാണ്.
മാൽവ ഗംഗ എന്നറിയപ്പെടുന്നത് ബേത്വയാണ്. മാൽവ ഗംഗ എന്നറിയപ്പെടുന്നത് ബേത്വയാണ് ആണ്. അപ്പോൾ വൃത്തഗംഗ ഗോദാവരി, ദക്ഷിണഗംഗ കാവേരി, പാതാളഗംഗ കൃഷ്ണ, അർദ്ധഗംഗ കൃഷ്ണ, മധ്യപ്രദേശിൻ്റെ ഗംഗ ബേത്വ, തെലുങ്ക് ഗംഗ കൃഷ്ണ, മാൾവ ഗംഗ ബേത്വ. അടുത്ത നമുക്ക് താപനിലയെക്കുറിച്ചിട്ട് നോക്കാം. ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ ഏതൊക്കെയാണ്? ഡിഗ്രി സെൽഷ്യസ്, കെൽവിന്, ഫാരൻഹീറ്റ്. അപ്പോൾ ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് ഡിഗ്രി സെൽഷ്യസ്, കെൽവിന്, ഫാരൻഹീറ്റ്. ഐസ് ഉരുകുന്ന ഊഷ്മാവ് എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഐസ് ഉരുകുന്ന ഊഷ്മാവ് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. 32 ഡിഗ്രി ഫാരൻഹീറ്റ്, 273 ഡിഗ്രി കെൽവിൻ. അപ്പോൾ ഐസ് ഉരുകുന്ന ഊഷ്മാവ് 0 ഡിഗ്രി സെൽഷ്യസ്, 32 ഡിഗ്രി ഫാരൻഹീറ്റ്, 273 കെൽവിൻ. ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ്, 212 ഡിഗ്രി ഫാരൻഹീറ്റ്, 373 കെൽവിൻ. അപ്പോൾ ജലം തിളയ്ക്കുന്ന ഊഷ്മാവാണ് 100 ഡിഗ്രി സെൽഷ്യസ്, 212 ഡിഗ്രി ഫാരൻഹീറ്റ്, 373 കെൽവിൻ. സാധാരണ ശരീര ഊഷ്മാവ് എത്രയാണ്? 36.9 ഡിഗ്രി സെൽഷ്യസ് ആണ്, അല്ലെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ്. അത് ഫാരൻഹീറ്റിൽ പറയുമ്പോൾ 98.4 ഡിഗ്രി ഫാരൻഹീറ്റ് വരും. 310 കെൽവിനാണ്. അപ്പോൾ സാധാരണ ശരീര ഊഷ്മാവ് എന്ന് പറയുമ്പോൾ 36.9 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ്, 98.4 ഡിഗ്രി ഫാരൻഹീറ്റ്, 310 കെൽവിന്. സൂര്യൻ്റെ ഉപരിതല താപനില എത്രയാണ്? 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്, അല്ലെങ്കിൽ 5780 കെൽവിനാണ്. സൂര്യൻ്റെ ഉപരിതല താപനില എന്ന് പറയുന്നത് 5500 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 5780 കെൽവിനാണ്. സെൽഷ്യസ് സ്കെയിലിലും ഫാരൻഹീറ്റ് സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് എത്രയാണ്? -40 ആണ്. സെൽഷ്യസ് സ്കെയിലിലും ഫാരൻഹീറ്റ് സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് എന്ന് പറയുന്നത് -40 ഡിഗ്രിയാണ്. ഫാരൻഹീറ്റ് സ്കെയിലിലും കെൽവിൻ സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് ഏതാണ്? 574.25 ആണ്. ഫാരൻഹീറ്റ് സ്കെയിലിലും കെൽവിൻ സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് 574.25 ആണ്. അടുത്ത് സെൽഷ്യസ് സ്കെയിലിലും കെൽവിൻ സ്കെയിലിലും ഒരിക്കലും ഒരേ ഊഷ്മാവ് കാണിക്കാറില്ല. അതേപോലെ നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയിൽ ഏതാണ്? കെൽവിൻ സ്കെയിലാണ്. നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയിൽ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കെൽവിൻ സ്കെയിലാണ്. അതേപോലെ കേവല പൂജ്യം എത്രയാണ്? -273.15 ആണ്. കേവല പൂജ്യം -273.15 ആണ്. നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് ഡിഗ്രി സെൽഷ്യസ്, കെൽവിന്, ഫാരൻഹീറ്റ്. ഐസ് ഉരുകുന്ന ഊഷ്മാവാണ് 0 ഡിഗ്രി സെൽഷ്യസ്, 32 ഡിഗ്രി ഫാരൻഹീറ്റ്, 273 കെൽവിന്. ജലം തിളയ്ക്കുന്ന ഊഷ്മാവാണ് 100 ഡിഗ്രി സെൽഷ്യസ്, 212 ഡിഗ്രി ഫാരൻഹീറ്റ്, 373 കെൽവിന്. സാധാരണ ശരീര ഊഷ്മാവാണ് 36.9 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ്. ഫാരൻഹീറ്റിൽ പറയുമ്പോൾ 98.4 ഡിഗ്രി ഫാരൻഹീറ്റ്, 310 കെൽവിന്. സൂര്യൻ്റെ ഉപരിതല താപനിലയാണ് 5500 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 5780 കെൽവിന്. സെൽഷ്യസ് സ്കെയിലിലും ഫാരൻഹീറ്റ് സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവാണ് -40. ഫാരൻഹീറ്റ് സ്കെയിലിലും കെൽവിൻ സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് 574.25. സെൽഷ്യസ് സ്കെയിലിലും കെൽവിൻ സ്കെയിലിലും ഒരിക്കലും ഒരേ ഊഷ്മാവ് കാണിക്കാറില്ല. അതേപോലെ നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയിൽ ഏതാണ്? കെൽവിൻ സ്കെയിലാണ്. കേവല പൂജ്യം എന്ന് പറയുന്നത് -273.15 ആണ്. -273.15 ആണ് കേവല പൂജ്യം. ഈ കൂടെ തന്നെ 2 പോയിന്റും കൂടെ ഓർത്ത് വയ്ക്കുക. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്നതിന് എത്ര ഡിഗ്രിയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണല്ലേ. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലാണ്. ജലത്തിൻ്റെ സാന്ദ്രത എത്രയാണ്? 1000 kg/m³ ആണ്. ജലത്തിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നത് 1000 kg/m³ ആണ്. ജലത്തിന് ഏറ്റവും കൂടിയ സാന്ദ്രതയും ഏറ്റവും കുറഞ്ഞ വ്യാപ്തവുമുള്ള താപനില ഏതാണ്? 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജലത്തിന് ഏറ്റവും കൂടിയ സാന്ദ്രതയും അതേപോലെ ഏറ്റവും കുറഞ്ഞ വ്യാപ്തവുമുള്ള താപനില എന്ന് പറയുന്നത് 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജലത്തിന് ഏറ്റവും കുറഞ്ഞ സാന്ദ്രത 0 ഡിഗ്രി സെൽഷ്യസിലാണ്. ജലത്തിന് ഏറ്റവും കുറഞ്ഞ സാന്ദ്രത അതേപോലെ ഏറ്റവും കൂടിയ വ്യാപ്തവുമുള്ളത് 0 ഡിഗ്രി സെൽഷ്യസിലാണ്.
അപ്പോൾ പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന 120 ഡിഗ്രി സെൽഷ്യസിൽ ജലത്തിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നത് 1000 kg/m3 ജലത്തിന് ഏറ്റവും കൂടിയ സാന്ദ്രതയും ഏറ്റവും കുറഞ്ഞ വ്യാപ്തവുമുള്ള താപനില 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജലത്തിന് ഏറ്റവും കുറഞ്ഞ സാന്ദ്രതയും അതേപോലെ ഏറ്റവും കൂടിയ വ്യാപ്തവുമുള്ളത് 0 ഡിഗ്രി സെൽഷ്യസിലാണ്. ഇനി നമുക്ക് വിവിധ രാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസികൾ നോക്കാം. ഇന്ത്യയുടെ ഏജൻസി ഏതാണ്? ISRO ആണ്. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയാണ് ISRO. US-ൻ്റെ ആണെങ്കിൽ നാസ, യൂറോപ്പിൻ്റെ ആണെങ്കിൽ ESA, ജപ്പാൻ ആണെങ്കിൽ ജപ്പാൻ്റെ ആണെങ്കിൽ ജാക്സയാണ്, JAXA. റഷ്യയുടെ ആണെങ്കിൽ RSA, ചൈന CNSA. അപ്പോൾ ഇന്ത്യയുടെ ISRO, US നാസ, യൂറോപ്പ് ESA, ജപ്പാൻ JAXA, റഷ്യ RSA, ചൈന CNSA. ഇനി വാർത്താവിനിമയം ഏതാണ്? ഇൻസാറ്റുകളാണ്. ഭൂവിഭവ പഠനം, കാലാവസ്ഥാ പഠനം, മത്സ്യബന്ധനമൊക്കെ IRS ഉപഗ്രഹങ്ങളാണ്. ഭൂവിഭവ പഠനം, കാലാവസ്ഥാ പഠനം, മത്സ്യബന്ധനത്തിനൊക്കെ ഉപയോഗിക്കുന്ന IRS ഉപഗ്രഹങ്ങളാണ്. വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്നത് എജ്യൂസാറ്റ് ആണ്. അപ്പോൾ ഇനി എക്സാം ഉള്ളവർ നന്നായിട്ട് തന്നെ ഇരുന്ന് പഠിച്ചോളാം. നോട്ടുകളൊക്കെ എഴുതി വെച്ചിരുന്ന് തന്നെ പഠിക്കുക. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും എത്തുന്നതാണ്. താങ്ക് യു.